ശിരോവസ്ത്ര വിവാദത്തെ തുടർന്ന് എറണാകുളം സെന്റ് റീത്ത സ്കൂളിൽ നിന്ന് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന കുട്ടിക്ക് വിദ്യാഭ്യാസം നഷ്ടമാകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. താൽപര്യമെങ്കിൽ കേരളത്തിലെ ഏത് സ്കൂളിലും പ്രവേശനം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. കുട്ടിക്ക് പഠനം നിർത്തേണ്ടി വന്നതിൽ സർക്കാരിനും സ്കൂൾ മാനേജ്മെന്റിനുമെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തി. ശിരോവസ്ത്രം ധരിക്കാനുള്ള കുട്ടിയുടെ അവകാശത്തിനൊപ്പമാണ് സർക്കാരെന്ന് ആവർത്തിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉത്തരവാദി സ്കൂൾ മാനേജ്മെന്റ് ആണെന്നും മന്ത്രി. ആ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ കുട്ടി ഗവൺമെന്റിനെ സമീപിച്ചാൽ ആ കുട്ടിക്ക് കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും പ്രത്യേക ഉത്തരവ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുന്നതാണ്. കുട്ടിക്ക് മാനസികമായും ശാരീരിക ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കുട്ടിക്ക് എന്തെങ്കിലും വിഷമം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായാൽ അതിന്റെ ഉത്തരവാദി സ്കൂൾ മാനേജ്മെന്റ് ആയിരിക്കും. കേരളത്തിൽ സംഭവിക്കാത്ത കാര്യമാണ് പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലേതെന്ന് മുസ്ലിം ലീഗ് പ്രതികരിച്ചു. വിഷയം ഊതിയുറപ്പിക്കാൻ ക്ഷുദ്രശക്തികൾ ശ്രമിച്ചു. കുട്ടിക്കൊപ്പമാണെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന നല്ലതാണ്, എന്നിട്ട് എന്തുണ്ടായി എന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗ് അതിൽ ആദ്യം തന്നെ കയറി അഭിപ്രായം പറയാതിരുന്നത് അവിടെ ചില ഛിദ്രശക്തികൾ രണ്ടു വശത്തും ഇതിനെ ഊതിയുറപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. ഒക്കെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്ന കാര്യങ്ങളാണ്. നിയമം മാത്രം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സ്കൂൾ നിലപാട് ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതെന്ന് AP സമസ്ത വിമർശിച്ചു. മുഖപത്രത്തിലെ ലേഖനത്തിൽ ഇസ്ലാമോഫോബിയയും മതവർഗീയതയുമാണ് സ്കൂൾ അധികൃതരുടെ പ്രശ്നമെന്നും പറയുന്നു. PTA പ്രസിഡന്റ് ജോഷിക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പിനും പോലീസിനും പരാതിയും ലഭിച്ചിട്ടുണ്ട്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.